കപ്പളങ്ങയ്ക്ക് ഇംഗ്ലീഷിലെ പേരെന്നാ? പപ്പായ. വേറെ പേരാണ് ഓമയ്ക്ക കേട്ടോ. കപ്പളത്തിൻ്റെ തണ്ടുണ്ട്, കപ്പളങ്ങ ഉണ്ട് അല്ലേ? ഇതെല്ലാം ടീച്ചർ ഇന്ന് കൊണ്ടുവന്നേക്കുവാ നിങ്ങളെ കാണിച്ചിട്ട് അതിനെക്കുറിച്ച്. നിങ്ങൾ ഇന്നലെ വരച്ച പടമാണ് ഇതല്ലേ കപ്പളങ്ങ? ഇതെന്താ? പഴുത്ത കപ്പളങ്ങ. ഇത് പച്ച കപ്പളങ്ങ. ഓരോരുത്തരും വരച്ചിട്ടുണ്ടല്ലോ അല്ലേ? പഴുത്തത്, ഇത് പച്ച, ഇത് അതിൻ്റെ കുരു കേട്ടോ. കുരുവിൻ്റെ നിറം എന്നാ? കറുപ്പ് നിറം. ഇത് പച്ച ഉണ്ടോ? കപ്പളങ്ങ വരച്ചോ? ഇത് പഴുത്ത കപ്പളങ്ങ, ഇത് പച്ച കപ്പളങ്ങ. പച്ച കപ്പളങ്ങയ്ക്ക് പച്ച നിറം അല്ലേ? പഴുത്തതിനോ? പഴുത്തതിന് എന്ത് നിറവാ? ഓറഞ്ച് നിറം. കപ്പളങ്ങയുടെ കുരുവിന് എന്ത് നിറവാ? കറുപ്പ്. കറുപ്പ് നിറം അല്ലേ? നല്ലതായിട്ട് എല്ലാവരും കപ്പളങ്ങയ്ക്ക് നിറം നൽകിയിട്ടുണ്ട്. അപ്പം ഇനി കപ്പളങ്ങയെ കുറിച്ച് പറഞ്ഞേ. നമ്മുടെ നാട്ടില് ഉള്ള ഒരു പഴമാണ് കപ്പളങ്ങ പഴം അല്ലേ? കപ്പളങ്ങ കുരുവിൻ്റെ കാര്യം ടീച്ചർ പറഞ്ഞല്ലോ. കപ്പളങ്ങ കുരുവിന് കറുപ്പ് നിറമാണ് പഴുത്തത്. അതെന്ത് ചെയ്യും? അത് നമുക്ക് എപ്പം വേണേലും പാകി കിളിപ്പിക്കാൻ പറ്റും. ഏത് കാലത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ചെടി ഏതാണ്? കപ്പളങ്ങ ചെടിയാണ് അല്ലേ? അത് നമുക്ക് ഏത് കാലത്തും കൃഷി ചെയ്യാം. പിന്നെന്താണ്? കപ്പളങ്ങ ആയിക്കൊണ്ട് നമുക്ക് പലതരം കറികൾ ഉണ്ടാക്കാം. ഏതൊക്കെ കറിയാ പറഞ്ഞേ? ഏതൊക്കെ കറിയാ ഉണ്ടാക്കാം? തോരൻ ഉണ്ടാക്കാം, സാമ്പാറിനകത്ത് ചേർക്കാം, പിന്നെ മോര് കാച്ചാം, പിന്നെ കപ്പളങ്ങ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ വെജിറ്റബിൾ ബിരിയാണിക്കകത്ത് കപ്പളങ്ങ ചെറിയതായിട്ട് ഉരച്ചെടുത്തിട്ട് പിഴിഞ്ഞ് ചേർക്കാറുണ്ട്. പിന്നെ കപ്പളങ്ങ കൊണ്ട് മുട്ടായി ഉണ്ടാക്കാം. എങ്ങനെയാണെന്നാ ടീച്ചർ പറഞ്ഞേ? പഞ്ചസാര ലായനി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കപ്പളങ്ങ കഷ്ണം മുറിച്ച് വെച്ചിട്ട് കുറേ നാളിരുന്ന് കഴിയുമ്പോൾ അതിന് മധുരം പിടിക്കും. അത് നമുക്ക് മുട്ടായി ആയിട്ട് ഉപയോഗിക്കാം. അപ്പം കപ്പളങ്ങ മിഠായി ഉണ്ടാക്കാം. പിന്നെന്താ? കപ്പളങ്ങയ്ക്ക് ഒരു കറയുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതിന് കറ വരുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ അതേലും ഇത് തൊട്ടാൽ പാലൊഴുകി വരും കണ്ടോ? കപ്പളങ്ങയാണ്. കണ്ടോ കറ ഒഴുകി വരുന്ന കണ്ടോ? ഇതൊരു മരുന്നാണ്. എന്താണ്? കപ്പളങ്ങ നമ്മൾ കറി വെക്കാനായിട്ട് മരത്തിൽ നിന്ന് പറിക്കും. കപ്പളങ്ങ മരത്തിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കും അല്ലേ? താഴെയായിട്ട് വീഴുമ്പോൾ അതിൽ മണ്ണൊക്കെ പറ്റും, മണ്ണും പൊടിയൊക്കെ പറ്റും. അപ്പോൾ അതെന്ത് ചെയ്യും? അത് നമ്മൾ വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കും അല്ലേ? നല്ലോണം കഴുകിയെടുത്തതിന് ശേഷമാണ് അതിൻ്റെ തൊലി ചെത്താവുള്ളത്. എന്തുകൊണ്ടാണ്? അതിൻ്റെ കത്തി കൊണ്ട് നമ്മൾ മുറിക്കുള്ളൂ അല്ലേ? അപ്പോൾ അത് എന്തിനാണ്? അതിൻ്റെ കറ പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കറയാണ് നിങ്ങളുടെ വയറ്റിൽ ചെന്നാൽ നിങ്ങളുടെ വയറ്റിലുള്ള കൃമിയും വരെയൊക്കെ എന്ത് ചെയ്യും? ചത്തുവെക്കോളും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം കപ്പളങ്ങ നമ്മൾ ചെത്തിയതിന് ശേഷം കഴുകത്തില്ല. എന്ത് ചെയ്യും? പറിച്ച ഉടനെ കഴുകിയെടുത്തിട്ടാണ് കറിക്കായിട്ട് ഒരുക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ് കപ്പളങ്ങയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള? കപ്പളത്തിൻ്റെ ഇല കണ്ടോ? ഇല വലിയ ഇലയല്ലേ? കപ്പളത്തിൻ്റെ ഇല എന്താണ്? വലിയ ഇലയാണ്. വലിയ ഇല കണ്ടോ? മരത്തിൻ്റെ വലിപ്പം അനുസരിച്ച് കപ്പളത്തിൻ്റെ ഇലയ്ക്ക് വലിപ്പം കൂടും. ഇതുകൊണ്ട് നമുക്ക് ഓടക്കുഴലുണ്ടാക്കാം, ഊത്തുണ്ടാക്കാം. പിന്നെ ഈ ഇല കൊണ്ട് വേറെയും കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. നമ്മുടെ കൗണ്ട് കുറഞ്ഞു പോവുകയാണെങ്കിൽ കൂട്ടാൻ വേണ്ടി ഇതിൻ്റെ ഇല തിളപ്പിച്ച് വെള്ളം കുടിപ്പിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. മരുന്നായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കപ്പളത്തിൻ്റെ തടി ഒഴികെ ബാക്കി എല്ലാ സാധനവും നമുക്ക് ഉപയോഗപ്രദമായ സാധനമാണ്. ഇത് എല്ലാ നാളും കൃഷി ചെയ്യാൻ പറ്റുന്ന എപ്പോഴും കായുണ്ടാകുന്ന മരമേതാ? കപ്പളങ്ങ അല്ലേ? കപ്പളങ്ങ. കപ്പളങ്ങ പഴം കൊണ്ടുള്ള കാര്യം പറഞ്ഞേ. ജ്യൂസ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, കപ്പളങ്ങ കൊണ്ട് പായസം ഉണ്ടാക്കാം. പിന്നെ കപ്പളങ്ങ കൊണ്ട് മുഖത്തൊക്കെ തേച്ച് മുഖമൊക്കെ മിനുക്കാൻ പറ്റും അല്ലേ? അതിനുള്ള മരുന്നുണ്ടാക്കുന്നത് കപ്പളങ്ങയുടെ കറ കൊണ്ടും തൊലി കൊണ്ടും അതിൻ്റെ കുരു കൊണ്ടുമൊക്കെയാണ് കേട്ടോ. മുഖമൊക്കെ മിനുക്കാനുള്ള മരുന്നൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കപ്പളങ്ങ എപ്പോഴും നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഏറ്റവും നല്ല ഒരു
പഴമാണ്. ആ, ഏറ്റവും നല്ലൊരു പഴമാണ് എന്ത്? കപ്പളങ്ങാപ്പഴം. അപ്പോൾ എല്ലാവർക്കും കപ്പളങ്ങയെ കുറിച്ച് അറിയാം.